sign in, log in. So Yeah. Galveston. In We are this in Galveston. Galveston, അതും Galveston beach. നട്ടപ്പാതിരക്ക് ബീച്ചിലേക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഡേ 3 എപ്പിസോഡ് 6 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നോർത്ത് പാർക്ക് സെന്റർ മോൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഡാലസിൽ നിന്ന് പോവുകയാണ്. ഇനി എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. നമ്മളിനി ഹൂസ്റ്റണിലേക്കാണ് പോകുന്നത്. അത് പിന്നെ പറയണ്ടല്ലോ, അത്രയും എക്സൈറ്റഡ് ആണ് നമ്മൾ. നമ്മൾ ഡാലസ് സിറ്റിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 12:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് എനിക്ക് പറയാനായിട്ട്. അതിനു മുമ്പ് നമുക്കിപ്പോൾ നല്ല വിശപ്പുണ്ട് ഗൈസ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇനി നമ്മൾ യാത്ര തുടരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു റോഡ് വ്യൂസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡാലസിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. പറഞ്ഞ പോലെ തന്നെ ഡാലസ് ഒരു മേജർ ബിസിനസ് ആൻഡ് ടെക് ഹബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മോഡേൺ ബിൽഡിങ്സ് ഒക്കെയാണ് സിറ്റിയിലൂടെയുള്ള ഡ്രൈവിൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഗൈസ്, ഇപ്പം നമ്മൾ എനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി. ഇതൊരു അമേരിക്കൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. സാബിറിന് ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവർ തന്നെ സജസ്റ്റ് ചെയ്തു ഫുഡൊക്കെ. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണെന്നൊന്നും അധികം നോക്കിയില്ല ഗൈസ്. പെട്ടെന്ന് അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, റെസ്റ്റോറൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫുഡിൻ്റെയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന ഭക്ഷണശാല ഉള്ളത് അമേരിക്കയിലാണ്. അതായത് ദ മോസ്റ്റ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഇന്റർനാഷണൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അമേരിക്കയുടെ ഏതൊരു കോണിൽ പോയാലും കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് കൾച്ചറാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ന്യൂയോർക്ക് സിറ്റിയാണ് ആ കാര്യത്തിൽ റാങ്കിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്നുള്ളത് ലോകത്തിൽ വെച്ച് തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ഹബ്ബാണ് ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ അവിടെ 94-ലധികം രാജ്യങ്ങളിലെ വെറൈറ്റീസ് ഓഫ് ഫുഡാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് സ്റ്റൈൽസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് കണ്ടതുകൊണ്ട് ഞാനതിവിടെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി വീണ്ടും ഇപ്പോൾ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് സമയം 3 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡാലസ് കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കിപ്പോൾ ഗ്രീനറി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബിൽഡിങ്സ് ഒക്കെ പോയിട്ട്
വീണ്ടും ഫാം ഫീൽഡ്സും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഫ്ലൈറ്റ് പോകുന്ന കാണുന്നില്ലേ മേലെ കൂടി. അപ്പോൾ നമ്മളിപ്പോൾ ഹൂസ്റ്റണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്താണ് ജോർജ് ബുഷ് ഇന്റർ കോണ്ടിനെന്റൽ എയർപോർട്ട് ഉള്ളത്. ടെക്സസിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് എയർപോർട്ട്സ് ആണിത്. ടെക്സസിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റിയാണ് ഹൂസ്റ്റൺ. ഇവിടെ എത്തിയപ്പോൾ തന്നെ വീണ്ടും ഹൈവേസ് ഒക്കെ ബിസി ആയിട്ടുണ്ട്, ട്രാഫിക്കും കൂടി. ഇവിടെ കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ വൈബാണ് ഹൂസ്റ്റണിൽ. ഒരുപാട് റിഫൈനറി സ്ട്രക്ചേഴ്സും കെമിക്കൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അമേരിക്കയിലെ മേജർ എനർജി ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഹൂസ്റ്റൺ. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ മോർ ഹ്യൂമിഡ് ആണ്. ഡാലസിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആണ് ഇവിടെ. ടെക്സസിൻ്റെ വേറൊരു സൈഡാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഡാലസിൽ നിന്നാണല്ലോ വന്നത്, അവിടെ കുറച്ചും കൂടി അർബൻ ഒരു കൾച്ചറായിരുന്നു. പക്ഷേ ഇങ്ങോട്ടേക്ക് കോസ്റ്റൽ വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റൽ ടെക്സസിൻ്റെ ആ ഒരു കോസ്റ്റൽ സൈഡിലേക്കാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ മോസ്റ്റ് പോപ്പുലർ സിറ്റിയിൽ 4ാമതാണ് ഈ ഹൂസ്റ്റൺ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു മൾട്ടി കൾച്ചറൽ സിറ്റിയാണ്. ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സിറ്റി. ഇവിടുത്തെ റെസിഡൻസിൽ 145 ഡിഫറെന്റ് ലാംഗ്വേജസ് സംസാരിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത്. എനർജി, മെഡിസിൻ, എയ്റോസ്പേസ് ഇതിൻ്റെയൊക്കെ ഒരു മേജർ സിറ്റിയാണിത്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ച് തന്നെയാണ് ഗൈസ്, ഹോം ടു നാസാസ് ജോൺസൺ സ്പേസ് സെൻറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളുള്ളത്. നമ്മൾ നാളെ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഏകദേശം ഡൗൺ ടൗൺ എത്താറാവുമ്പോൾ തന്നെ നമുക്ക് സിറ്റി സ്കൈ ലൈനൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. പിന്നെ അങ്ങോട്ടുള്ള സിറ്റി വ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആക്ച്വലി നോർത്ത് ഓഫ് ടെക്സസിൽ നിന്ന് സൗത്തിലേക്കാണ് വണ്ടി ഓടിച്ച് വന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കാരണം ആ ഒരു ചേഞ്ച്. അതുകൊണ്ട് തന്നെ ടെക്സസ് എത്രമാത്രം വലുതാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഡ്രൈവിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. വൺ ഓഫ് ദ വൈഡസ്റ്റ് ഹൈവേസ് ആണ് ഹൂസ്റ്റണിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്തോറും ലെയിൻസും കൂടുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ഫ്ലൈ ഓവേഴ്സും ഉണ്ടാവും. ഭയങ്കര പണിയാണ് ശരിക്കും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സൂക്ഷിച്ച് ഫോക്കസ് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്.
ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് നമുക്ക് തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഗൈസ്. കാരണം നെക്സ്റ്റ് മൊമെന്റിൽ എന്താണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്തിട്ട് തന്നെ അറിയേണ്ടി വരും. ഒന്നും പറയാൻ പറ്റില്ല നേരത്തെ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ നല്ല രസമായിരുന്നു. നമുക്ക് അങ്ങനെ സൺസെറ്റ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ക്ലൗഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് തന്നെ ആയിരുന്നു ഈ ഒരു ജേണിയിൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ടെക്സസ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റീൻ്റെ പേരാണ് ടെക്സസ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. സ്കോട്ടിഷ് ഇൻ ആൻഡ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 5:45 ഇതിവിടുത്തെ റിസപ്ഷൻ പോലെയുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ ഇതാ വണ്ടി ഓടിച്ച് ടയേർഡായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ഗൈസ്. ആളിപ്പോൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ലഗേജൊക്കെ എടുത്ത് റൂമിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ഹോട്ടലിൽ ഇങ്ങനെ മുമ്പൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കായിരുന്നു. എനിക്ക് ഈ പണ്ടത്തെ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകുന്ന ആ ഒരു വൈബാണ് തോന്നിയത്. നല്ല വൈബായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും കൂടി 1 മണിക്കൂർ ടൈം എടുത്തു. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. കാരണം അത്ര ടൈമായല്ലോ നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഇപ്പം തന്നെ ഗാൽവെസ്റ്റൺ ബീച്ച് കാണാമെന്ന് വിചാരിച്ചു. കാരണം നാളെ എന്തായാലും നമുക്ക് ടൈം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നാളെ നാസ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നൈറ്റും പിന്നെ ഒരു കോസ്റ്റൽ സൈഡ് ആയതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ നമ്മൾ ഒന്നും നോക്കാണ്ട് തന്നെ പോയി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബീച്ച് സൈഡിലൂടെയാണ്. ടെക്സസിലെ ഫേമസ് ആയിട്ടുള്ള കോസ്റ്റൽ സിറ്റിയാണ് ഈ ഗാൽവെസ്റ്റൺ. ഹൂസ്റ്റണിനടുത്തുള്ള ഒരു ഐലൻഡ് സിറ്റിയാണിത്.
ആൻഡ് ടെക്സസിലെ ഏറ്റവും പോപ്പുലർ ബീച്ച് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് ഈ ഗാൽവെസ്റ്റൺ. എസ്പെഷ്യലി വീക്കെൻഡ്സിലും വെക്കേഷൻസിലൊക്കെ ഇവിടെ ആൾക്കാർ കൂടുതലായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ രാത്രി പോകുന്നതുകൊണ്ട് നമുക്ക് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുമെന്നും അറിയില്ല. അതുമാത്രമല്ല നമ്മളിപ്പോൾ പോയ സമയം സീസൺ ടൈം അല്ലല്ലോ, വിന്റർ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ ഗാൽവെസ്റ്റൺ എന്ന് പറയുന്ന പ്ലേസ് ഗൾഫ് ഓഫ് മെക്സിക്കോന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ബീച്ച് ടൗൺ വൈബ് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ബീച്ച് കാണാമായിരുന്നു. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് സൈൻ ഇൻ, ലോഗിൻ. ആളെ മനസ്സിലാവില്ല. So, ഇൻ we are in ദിസ് Galveston. ഗാൽവെസ്റ്റൺ, അതും Galveston beach. നട്ടപ്പാതിരക്ക് ബീച്ചിലേക്ക്. We are going to the ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഹൂസ്റ്റണിൽ നിന്നൊക്കെ ബീച്ച് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് ആൾക്കാർ കൂടുതലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഭയങ്കര വിൻഡി ആയിരുന്നു ഗൈസ് ഇവിടെ, അതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതലായിരുന്നു. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് വല്ലാണ്ട് തണുക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് കാണുന്ന ഈ കടല് ഗൾഫ് ഓഫ് മെക്സിക്കോന്റെ ഭാഗമാണ്. അമേരിക്കയുടെ സദേൺ കോസ്റ്റൽ റീജിയണിന് വളരെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ബോഡിയാണ് ഈ ഗൾഫ് ഓഫ് മെക്സിക്കോ. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സും മെക്സിക്കോ, ക്യൂബ പോലുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു വലിയ കോസ്റ്റൽ വാട്ടർ റീജിയൺ ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഈ കടൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുമായിരുന്നു, നമ്മൾ ആ ഒരു എൻഡിലാണ് ഇപ്പോൾ ഉള്ളത്, ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കടലാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, കാരണം അത്രയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്നുള്ളത്. പിന്നെ നമ്മൾ എന്തായാലും റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ വിചാരിച്ചു. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ തണുപ്പൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഭയങ്കര ലക്കി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആണെന്ന് തോന്നി നമുക്ക് ഈ ഒരു മൊമെൻറ്റിൽ. കാരണം ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഏതോ ലോകത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതൊരു അറ്റം ആണല്ലോ. രാത്രിയിലത്തെ ഇവിടുത്തെ ഒരു ബീച്ച് അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡിഫറെൻറ്റ് ഫീൽ തന്നെയായിരുന്നു. നല്ല തണുത്ത കാറ്റും പിന്നെ തിരമാലകളുടെ സൗണ്ടും എല്ലാം കൂടി ആവുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ടയേർഡായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ യാത്രയുടെ ക്ഷീണമൊക്കെ മാറിയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. കൂടാണ്ട് പിന്നെ നമ്മൾ ഡാലസിലത്തെ ആ ഒരു സിറ്റി വൈബ്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ മൊത്തത്തിൽ മാറിയ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. വരുമ്പോൾ നമ്മൾ ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് പോകാനും തോന്നുന്നില്ലായിരുന്നു. ഭയങ്കര ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു ഇവിടെ. ഗാൽവെസ്റ്റണിൽ ബീച്ച് മാത്രമല്ല, ക്രൂയിസ് ടൂറിസം, പിന്നെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഹിസ്റ്റോറിക് ബിൽഡിങ്സ്, അതൊക്കെ കൊണ്ടും കൂടി ഭയങ്കര ഫേമസ് ആണ് ഗാൽവെസ്റ്റൺ. പിന്നെ ഇവിടെ മെക്സിക്കോ ബോർഡർ ആയതുകൊണ്ട് തന്നെ മെക്സിക്കൻ കൾച്ചറിൻ്റെ ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ട് ഇവിടെ, ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാം. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ തിരയണിക്കൊണ്ടിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു ഇങ്ങനെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കഫേ പെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ആൻഡ് ലെബനീസ് റെസ്റ്റോറൻറ്റിലായിരുന്നു. ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഗൈസ്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമയം ഇപ്പം നൈറ്റ് 8:30 ആയിട്ടുണ്ട്. നമ്മളിനി നേരെ റൂമിലേക്ക് പോവാണ് തിരിച്ച്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അബൌട്ട് ദ ജേണി ആയിരുന്നു. ഡെസ്റ്റിനേഷൻ അല്ല, ജേണി ആയിരുന്നു നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്തത്. ആൻഡ് നാളെ നമ്മൾ
ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.